കഥ ഒകുത്തച്ചി മോഹൻലാലിന്റെ ഈ വയസ്സിൽ മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടിട്ട് പറയാം. അതിലൊന്നും കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിം കാണുക. ഞാനായിരുന്നു ഒരു സംവിധായകനായിരുന്നെങ്കിൽ ആ ലാസ്റ്റ് രംഗം വേറൊരു രീതിക്ക് ചിത്രീകരിക്കാമായിരുന്നു. സൂപ്പറോടെ എനിക്ക് ബീജം അടിപൊളിയാണ്, ബീജം എല്ലാം അടിപൊളി, എല്ലാം സൂപ്പർ. അത് പറഞ്ഞു വളരെ ബോറിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ വന്ന് കാണാൻ വന്നത്, പക്ഷേ ഒന്നുമല്ല. അത്ര പ്രതീക്ഷിച്ചതുപോലെ ശരിയായില്ല. സിനിമ നന്നായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ സൂപ്പർ ആണ്. കുഴപ്പമില്ല, പക്ഷെ എന്നാ അത്ര ഒരു മോട്ടിവേഷൻ എന്ന് പറയാൻ അതിനകത്തൊന്നുമില്ല. ലാഗിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇല്ലാതെ അല്ല. എന്നാൽ കുറച്ച് പാടുപെടുന്നുണ്ട് അവർ ഇതെങ്ങനെ വിജയിപ്പിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി. എന്നാൽ പൊതുവെ ടോട്ടലി നോക്കുമ്പോൾ ഒരു അതൊക്കെ വളരെ ടെക്നിക്കൽ, വളരെ ഇതായിരുന്നു, സെറ്റിങ്സ് ഒക്കെ വളരെ സംവിധാനമായിരുന്നു, വളരെ കുഴപ്പമില്ല. അതെ, കുറച്ചുകൂടെ പ്രതീക്ഷിച്ചത് ഇപ്പം കൂടെയൊക്കെ മെച്ചപ്പെടണമായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയറി എന്ന് പറയുമ്പോൾ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു വിഷയം അതിനകത്ത് വരുന്നുണ്ട്. അത് കൂട്ടായ ഒരു ചർച്ച വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിലൊന്നും കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിം കാണുക. നല്ല ലേഖായിരുന്നു. കുഴപ്പമില്ല നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞെട്ടിയായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് ഇൻ്റർവെൽ നന്നായി ഇഷ്ടപ്പെട്ടു. ലിജോ പെല്ലിശ്ശേരിക്ക് തെറ്റുപറ്റിയവർ ഇംഗ്ലീഷുകാരുമായിട്ടുള്ള യുദ്ധരംഗം. പെല്ലിശ്ശേരിയുടെ കൈയാണോ കൈ അബദ്ധമാണോ എന്നറിയില്ല, ഒരു കണ്ടുമടുത്ത സാധനം പോലെ ആയിപ്പോയി ആ ഭാഗം. പോയി. പിന്നെ ഞാനായിരുന്നു ഒരു സംവിധായകനായിരുന്നെങ്കിൽ ആ ലാസ്റ്റ് രംഗം വേറൊരു രീതിക്ക് ചിത്രീകരിക്കാമായിരുന്നു. പെല്ലിശ്ശേരിയുടെ അതേ മോഡൽ. ഐഡിയ എന്ന് വെച്ചാൽ ഇരുട്ടിൻ്റെ മറവിൽ ഈ ആൾക്കൂട്ടം അല്ലാതെ അത് ചെയ്യാമായിരുന്നു. എങ്കിൽ ആ പടത്തിന് ആ ഒരു നിഗൂഢത ഉണ്ടാവും. അല്ല, അങ്ങനെ ആൾക്കൂട്ടവും മുഹമ്മദിയും തന്നെ വേണമെന്നല്ലായിരുന്നു. മനസ്സിലായില്ലേ? അത് എൻ്റെ ഒരു ഐഡിയ. പിന്നെ വേറൊരു കാര്യം, വേൾഡ് ക്ലാസ് ഫോട്ടോഗ്രാഫിക്ക് ഇത്രയും ഒരു സൗന്ദര്യം ഉണ്ടെന്ന് മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അതെ. പടത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് രീതി. അത്ര കുഴപ്പമില്ല. ക്യാമറ സൂപ്പറാ. നല്ല അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറോടെ എനിക്ക് ബീജം അടിപൊളിയാണ്, ബീജം എല്ലാം അടിപൊളി, എല്ലാം സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്ര ഈ കോക്കൊന്നും ഇത്ര ബാറ്ററി വേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നടക്കുന്നുണ്ട്. അതങ്ങനെ അത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, അത് വേറെയുള്ളവരോട് പറഞ്ഞ് നമുക്ക് ആ ഒരു മുൻവിധിയോട് ചെല്ലുമ്പോൾ പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചുമ്മാ എന്ന് കണ്ടാലും ഇഷ്ടപ്പെടും. അടിപൊളിപ്പെടും. സൂപ്പറോടെ. അതല്ല, എനിക്ക് അങ്ങനത്തെ കഥയുള്ള മൂവി എനിക്ക് പേഴ്സണലി ഇഷ്ടം അല്ല. അതുകൊണ്ടായിരിക്കും. മോഹൻലാലിന്റെ മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ആ സൈഡൊക്കെ നല്ലതായിരുന്നു. ഓക്കെ. പിന്നെ ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അല്ല, എനിക്ക് മിക്സഡ് അഭിപ്രായമാണ്. ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. റിവ്യൂ അറിഞ്ഞു, കാരണം മോഹൻലാലിന്റെ മൂവി ആയതുകൊണ്ട് നമ്മൾ മെനഞ്ഞാന്നേ ബുക്ക് ചെയ്തു. ശരി, താങ്ക്സ്. നൈസ് പടമാണ്. ഈ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാണ് വന്നത്, പക്ഷേ നോർമൽ കണ്ടുപോലെയല്ല. ഒരു ഫാമിലി ആയിട്ട് വേണം വന്നത്. ഔട്ട് ഓഫ് 8 പേരുണ്ടായിരുന്നു, അതിലൊരു 6 പേർക്കും ഇഷ്ടപ്പെട്ടു. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ടാണ് വന്നത്. അതെ. നല്ല ഫിലിം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഈ വയസ്സിൽ മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇല്ല, ഡീഗ്രേഡിങ്ങിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആണെങ്കിലും നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിന് ആക്ച്വലി വെയിറ്റ് ചെയ്യുവാണ്. കാരണം വന്ന് കാണുന്നത് വെച്ചാൽ പൊതുവെ പറഞ്ഞു വളരെ ബോറിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ വന്ന് കാണാൻ വന്നത്, പക്ഷേ ഒന്നുമല്ല. നിഷ്പക്ഷമായിട്ട് പറയുന്നത് നല്ല ഫിലിമാണ്. നല്ല ഫിലിം. ഫസ്റ്റ് അടിച്ചത് ആദ്യം ഒരു മേ ബി ഒരു 1 hour ടൈമിൽ, പക്ഷേ സെക്കൻഡ് ഹാഫ് ഗ്രിപ്പിംഗ് ആയിട്ട് ആ ഒരു ടൈം ഉണ്ടായിരുന്നു കണക്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ ആ ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ കൊള്ളാം. തീരെ മോശം, നല്ല പടമാണ്.
മലക്കോട്ടെ വാല്യൂരാണോ? അതെ അതെ കുഴപ്പമില്ല, എന്താണുള്ളത്? അങ്ങനെ എടുത്തു വരത്തൊക്കെ തന്നെ കുഴപ്പമില്ല. അടിപൊളി പടം. എന്താണ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയിൽ? ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ. ഫ്രെയിംസും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? സിനിമാട്ടോഗ്രാഫി ഗംഭീരമായിരുന്നു കേട്ടോ. പാലിവിനായിട്ട് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഫിലിം അടിപൊളി. ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ടാണോ? അതെ അതെ അതെ. റിവ്യൂസൊക്കെ ഭയങ്കരമായിട്ട് ഡീഗ്രേ. ഇത്രയും മോഹൻലാലിൻ്റെ ഇത്രയും അടിപൊളി, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സൂപ്പർ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അല്ല, ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഫ്രെയിം എല്ലാം നന്നായിരുന്നു. നല്ല ഒരുപാട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഡീഗ്രേഡിങ് നടക്കുന്നത് അതിപ്പോൾ ഓരോരുത്തരെ ഇഷ്ടമല്ലേ. അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഫ്രെയിമുകളും എല്ലാം നല്ല നല്ല ഫ്രെയിമുകളാണ്. നമ്മളൊരു ഹോളിവുഡ് മൂവി കാണുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല, എനിക്ക് തോന്നുന്നു അടുത്ത് വരാൻ പോകുന്ന പാർട്ടി ചിലപ്പം ഗംഭീരമായിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളതാണ്. താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഇല്ല, കൊള്ളത്തില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഒരുപാട്? ഇല്ല 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 അല്ല, ഒരു കൊള്ളത്തില്ല എന്നുള്ള ഇത് കണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാ വന്നത്. കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയാണ്. എന്താണ് ഈ സിനിമയിൽ? നല്ല അടിപൊളി, സൂപ്പർ. സൂപ്പറാണ്, നല്ല പടമായിരുന്നു. നല്ല